സോ ഈ വീഡിയോ ഒരു പക്ഷേ ഈ സീരീസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു വീഡിയോ ആണ്. കാരണം നിങ്ങളുടെ കയ്യിൽ ക്രിപ്റ്റോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് എവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും, എവിടെയാണ് നിങ്ങൾക്കത് ബ്രൗസ് ചെയ്ത് നോക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്കൊന്ന് പെട്ടെന്ന് ഒഴിച്ച് നോക്കാം. ഇത് ഈസിലി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു റിയൽ വേൾഡ് സിനാരിയോ നോക്കാം. നിങ്ങൾക്ക് സപ്പോസ് ഒരു കടയിൽ പോയി ചേഞ്ച് ആയിട്ട് 10 നോട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങളത് എവിടെ കൊണ്ടുവയ്ക്കും? ഒരു വാളറ്റിൽ കൊണ്ടുവയ്ക്കും അല്ലേ? വാളറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ്. ഈ സെയിം ടേമാണ് അല്ലെങ്കിൽ സെയിം കോൺസെപ്റ്റാണ് ക്രിപ്റ്റോയിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ക്രിപ്റ്റോയിൽ ഒരു വാളറ്റിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഈ വാളറ്റ് എന്ന് പറയുമ്പോൾ പേഴ്സണലി ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് വരും. ആ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് നമ്മളുടെ ഏത് ക്രിപ്റ്റോ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഓരോ ക്രിപ്റ്റോയും ഓരോ അഡ്രസ്സിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു സാധാരണ പേഴ്സ് യൂസ് ചെയ്യുന്ന ആളെന്ന് വിചാരിക്കുക. നിങ്ങളൊരു 100 രൂപയും ഒരു 10 രൂപയും ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റിലേക്ക് വെക്കുന്നുണ്ടാവുക നോർമലി അല്ലേ? സെയിം കോൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാളറ്റ് ഉണ്ടെങ്കിൽ തന്നെയും ആ സെയിം വാളറ്റിൽ ഡിഫറെൻറ്റ് ക്രിപ്റ്റോ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല പല കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പല പല അഡ്രസ്സിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഈ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12 മുതൽ 16, 20 ക്യാരക്ടേഴ്സ് ലെങ്ത്ത് വരും. ആൽഫബറ്റിക് ആസ് വെൽ ആസ് ന്യൂമറിക്കൽ ക്യാരക്ടേഴ്സ് വരുന്ന ഒരു ലോങ് സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ്, അതാണ് ഒരു വാളറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് ഓരോ ക്രിപ്റ്റോയ്ക്കും ഓരോ വാളറ്റിനും യുണീക്ക് ആയിരിക്കും. ഇപ്പോൾ നിലവിലെ ഏറ്റവും ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു കോമൺ വാളറ്റ് എന്ന രീതിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് വാളറ്റ് നമുക്ക് പറയാം, അല്ലെങ്കിൽ മെറ്റാമാസ്കും പറയാം.